ശരി, ഇപ്പോൾ ബ്രൈറ്റ് തോംസൺ അദ്ദേഹം പുതിയൊരു നിർമ്മാതാവാണ്. അദ്ദേഹത്തിന്റെ ഒരു സിനിമ കഴിഞ്ഞ മാസമാണ് റിലീസായത്. ഈ ജനുവരിയിലെ ഈ കഴിഞ്ഞ മാസത്തെ നഷ്ടക്കണക്കുകളാണല്ലോ ജി സുരേഷ് കുമാറിന്റെ ആ തുറന്നു പറച്ചിലിന് ഇടയാക്കിയതും. ശ്രീ ബ്രൈറ്റ് തോംസൺ, താങ്കളുടെ ഒരു അനുഭവം എങ്ങനെയാണ്? താങ്കൾ ഇപ്പോൾ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഒരു അംഗം കൂടിയാണല്ലോ. അപ്പോൾ ജി സുരേഷ് കുമാർ പറഞ്ഞതിനോട് സ്വാഭാവികമായിട്ടും താങ്കൾക്ക് യോജിപ്പാണല്ലോ ഉള്ളത്. ഒരു പുതിയ നിർമ്മാതാവ് എന്ന നിലയിൽ താങ്കൾക്കുണ്ടായ ചില അനുഭവങ്ങളുമുണ്ടല്ലോ ഇതിൽ. അതെ, എന്റെ സുരേഷ് കുമാർ പറഞ്ഞ വളരെ കറക്റ്റ് കാര്യങ്ങളാണ്. അതായത് ഇപ്പം താരങ്ങളെ മാത്രം നമ്മൾ എടുക്കണ്ട, ഈ താഴെ കിടക്കുന്ന ഇപ്പൊ നമ്മള് ചെറിയ ആർട്ടിസ്റ്റ് മുതൽ മേളറ്റം വരെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് എല്ലാവരും തന്നെ അവരുടെ പൈസ നമ്മൾ ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ പോലെ ചെറിയ പ്രൊഡ്യൂസർമാരുടെ സിനിമയ്ക്ക് അവർ അഭിനയിക്കാൻ വരുന്നത്. അതായത് ആദ്യമേ അവരുടെ അക്കൗണ്ടിൽ നമ്മൾ പൈസ ചെയ്യണം, അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്തു വിടണം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഇവര് നമ്മുടെ സിനിമയ്ക്ക് അഭിനയിക്കാൻ. ഞാൻ 100 പോലും ആർക്കും കൊടുക്കാനില്ല, എല്ലാവർക്കും തന്നെ ഞാൻ പൈസ കൊടുത്തു കഴിഞ്ഞു. അത് മാത്രമല്ല, ഇപ്പൊ സുരേഷ് സാർ പറഞ്ഞ കാര്യം പലതും ഇപ്പൊ 110 കോടി രൂപയുടെ നഷ്ടമാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തെ കണക്കെടുക്കുമ്പോൾ പറയണം. പക്ഷെ അത് നമ്മൾ പ്രൊഡ്യൂസർമാർ എഴുതി കൊടുക്കുന്നത് കൊണ്ടുണ്ട് ആ എമൗണ്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിലും വലിയ എമൗണ്ട് ആണ് നഷ്ടക്കണക്കിലായിട്ട് വരുന്നത്. അതായത് ഞാൻ ഇപ്പൊ നോക്കിയെടുത്തോളം, അതായത് നമ്മൾ തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്ത് മുതൽ നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാല് ഈ പ്രൊഡ്യൂസർമാർ തന്നെയാണ് ഈ പ്രസ്ഥാനം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളൊരു സിനിമ ഇറക്കി, ആ സിനിമ തിയേറ്ററിലേക്ക് ഞങ്ങൾ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടി. ഇപ്പം സുരേഷ് സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഒരു പ്രൊഡ്യൂസർ പണം മുടക്കിയിട്ട് ഇപ്പൊ അദ്ദേഹം ഒരു വിറക് വരയുന്ന ഒരു വീട്ടിലാണ് താമസിക്കുന്നതെന്നാ പറഞ്ഞത്. അതായത് പുള്ളിയുടെ വീടുകളെല്ലാം വിറ്റ് പറക്കിയിട്ട് ഒരു റൂം അത് വിറക് വരയാന്നാ പറഞ്ഞത്. അത് ശരിയാ, അത് അദ്ദേഹം മാത്രമല്ല, അതുപോലെ വരുന്ന പല പ്രൊഡ്യൂസർമാരും ഇതേ സ്ഥിതി തന്നെയാണ്. അവര് പലരും വെളിയിൽ പറയാൻ മടിക്കുവാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഞാനിപ്പോ ഈ താരങ്ങളുടെ ഈ എമൗണ്ട് ഇവര് പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എമൗണ്ട് കുറയ്ക്കണമെന്നോ അല്ലെങ്കിൽ കൂട്ടണോ, അത് ഓരോരുടെ അവകാശമാണ്. ഞാൻ എത്ര രൂപ വാങ്ങണമെന്ന് തീരുമാനിക്കേണ്ട കടമ എനിക്കാണ്. അപ്പം മറ്റേ ആള് വിചാരിക്കണം ഇയാളെ വയ്ക്കണോ വേണ്ടേ എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ 100 പേര് അല്ലെങ്കിൽ 100 പ്രൊഡ്യൂസർമാർ ഒരേ മനസ്സായിട്ട് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാല് ഇത് നേരെയാകാന്നുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ ശ്രീ പണിക്കർ, അങ്ങനെ പറ്റുമോ? അത് ഫിലിം ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം.